നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും കടുത്ത ചൂട് തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുമ്പോഴും ഇടയ്ക്കൊക്കെ തന്നെ മഴയുടെ ശക്തി കൂടാനുള്ള സാധ്യതയുണ്ടെന്നും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് നൽകുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലയിൽ താപനില 35 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കടുത്ത ചൂട് തുടരും. അതേസമയം സംസ്ഥാനത്ത് ഇന്നും പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത ഏറുകയാണ്. എല്ലാ ജില്ലകളിലും മഴ കിട്ടാൻ ഇടയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ തെക്കൻ ജില്ലകളിൽ മഴയുടെ സാന്നിധ്യം ഉണ്ട്. ഏത് നിമിഷവും മഴ പെയ്തേക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മുതൽ വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടിരുന്നു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് പ്രവചനം നൽകുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലായിരുന്നു, തെക്കൻ ജില്ലകളിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. പലയിടങ്ങളിലും വെള്ളക്കെട്ടടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിലേക്ക് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കടുത്ത ചൂടിലൊരു ആശ്വാസം തന്നെയാണ് മഴയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും കടുത്ത ചൂട് തുടരുന്നുണ്ട് എന്നൊരു വാർത്ത മറുവശത്ത് ഉണ്ട്. ഏറെ നാളായി കാത്തിരുന്ന തരത്തിലായിരിക്കായിരുന്നു വേനൽ മഴ തലസ്ഥാനത്തടക്കം എത്തിയത്. സംസ്ഥാനത്ത് ഇന്നലെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലടക്കം മഴ ശക്തമായിരുന്നു. ശക്തമായ മഴയിൽ നഗരത്തിന്റെ പല മേഖലയിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും മഴ ലഭിച്ചു. കോഴിക്കോട്, മുക്കത്തും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും മിതമായ മഴയാണ് ലഭിച്ചത്. വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ കിട്ടിയിരുന്ന മഴ അതേ രീതിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും ചില ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു. എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂടാണ് തുടരുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ ദിവസം ചൂട്. കോഴിക്കോട് 38 വരെയും കണ്ണൂരിൽ 37 ഡിഗ്രി വരെയും താപനില ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ ചെറിയൊരു ആശ്വാസം, നേരിയൊരു ആശ്വാസം മഴ ലഭിക്കുന്നതിനാൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു മണിക്കൂറിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അവധി ദിവസങ്ങളാണ്. കുട്ടികൾ ഇത്തരത്തിൽ ജലാശയത്തിൽ പോകുന്നതും കടൽത്തീരത്ത് പോകുന്നതും ഒക്കെ തന്നെ ശ്രദ്ധിച്ചു വേണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നിലവിലുണ്ട്.